ഞാൻ ചോദിക്കട്ടെ, ഞാനില്ലാത്ത സമയത്ത് എന്നോട് ഞാനിവിടെ കണക്കെഴുതാൻ പറഞ്ഞല്ലേ? ഈ കണ്ടോരൊക്കെ വന്നു പോയതൊക്കെ എന്തിനാ ഇതിനകത്ത് എഴുതി വെച്ച്? ഞാനൊന്നും എഴുതിയില്ലല്ലോ. ഇതെന്താ കാണുന്ന? ആമിന വന്നൊരു പോക്കോ? അത് ആമിന വന്നൊരു പോക്കല്ല, ആമിന വന്നൊരു പേക്കാണ്. നല്ല വിദ്യാഭ്യാസമാണല്ലോ എനിക്ക്. ചെങ്ങായി ഇന്നലെ പെണ്ണാണാൻ പോയിട്ട് ആകെ കൊളായി. ആ എന്താ ഉണ്ടായത്? പെണ്ണുണ്ടോണ്ടിരിക്കുമ്പോ പെണ്ണിന്റെ വാപ്പാണ് കയറിയെന്ന്. വാപ്പ വെച്ച് നമുക്ക് മറിയാനേ അറിയോന്ന്. ആവേശത്തിന് കോലായിൽ 4 മറിച്ചില്ല ഞാന്. അപ്പോഴാള് പറഞ്ഞ് ഈ മറിയലല്ല മറിയാത്താൻ അറിയോന്ന്. നാട്ടുകാർ മൊത്തം കണ്ട്. എന്തോന്ന്? എന്റെ പൂത്തുമ്പി കൊറളമാമ അച്ഛൻ കണ്ടിട്ടുണ്ടാ? ഒരു സ്വന്തം തന്തയുടെ മുഖത്ത് നോക്കി ഒരു മോൻ ചോദിക്കണ ചോദ്യം, അവന്റെ പൂത്തുമ്പിയും കൊറളമാമയും ഞാൻ കണ്ടിട്ടുണ്ടോന്ന്. അതല്ല ഇടാ നിന്നെ പെറ്റി കയ്യിലോട്ടിട്ട. ഞാൻ കഷ്ടപ്പെട്ട് PSC പരീക്ഷ എഴുതി ഒരു ഗവൺമെന്റ് ജോലി കിട്ടിയിട്ടാണോ നിങ്ങൾ 4, 3, 7 നേരം തിന്നണത്? നിങ്ങക്ക് പുതിയ വീട് വെച്ചെന്നാരാ? നിങ്ങളുടെ പെങ്ങളെ കല്യാണം കഴിപ്പിച്ചതാരാ? നിങ്ങൾ ഇപ്പൊ ഇടുന്ന ഈ നിക്കർ ആര് വാങ്ങിച്ചതാ? ഈ സമയത്ത് മാമൻ പറയാൻ പറ്റുന്ന കാര്യമാണോ എന്നറിയില്ല, എന്നാലും മാമൻ പറയാ. മാമന്റെ മനസ്സിൽ ഒരു ആഗ്രഹമുണ്ട്. എനിക്കൊപ്പം നെഗറ്റീവ് ചിന്താഗതി മാറ്റ്. അതല്ല 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ നിനക്ക് പ്രണയം ഉണ്ടായില്ലടി, എന്നാ പിന്നെ നിനക്ക് അവന്റെ കൂടെ പോയി കണ്ടാടി. എവിടെ പട്ടി വെച്ചെടുക്കണേ? എപ്പോ മരണം കിട്ടുന്നു? ഞാനിപ്പോ വന്നു. ചടങ്ങ് കഴിഞ്ഞ? ചടങ്ങിനൊന്നും ഞാൻ നിന്നില്ല, ഞാനിങ്ങി പോന്നു. അതെന്ത്? അവിടെ എല്ലാത്തിനും ഒടുക്കത്തെ ചാട. അവിടെ ഉള്ള അവൾമാരെ നോക്കിയേ എല്ലാരെയും നോക്കി ഞാൻ ചിരിച്ചു, പക്ഷെ ഒറ്റ ഒരുത്തികൾ എന്നെ നോക്കി ചിരിച്ചില്ല. പശുവിനെ വളർത്താൻ ലോൺ തരാം, പക്ഷെ തിരിച്ചടച്ചില്ലെങ്കിൽ ഞങ്ങൾ പശുവിനെ എടുത്തോണ്ടു. കോഴീനെ വളർത്താനാണെങ്കിലോ? കോഴീനെ എടുത്തോണ്ടു. അപ്പൊ കാറോ? കാറ് ഓടിച്ചോണ്ടു. കാറ് ലോൺ എടുത്തിട്ട് തിരിച്ചടച്ചില്ലെങ്കിൽ ജപ്തി ചെയ്തോണ്ടു. ലോൺ എടുത്ത് കല്യാണം. ഇന്നലെ രാത്രി നീ ഉറങ്ങിക്കിടന്നപ്പോ എന്റെ കഴുത്തിന് കുത്തി പിടിച്ചിട്ട് ഇവിടെ എന്നാ തെറിയ എന്റെ അമ്മേനെ വിളിച്ചെന്നറിയാമോ? വെളുപ്പിനെ 3 മണി വരെ. അത് നിങ്ങളുടെ വേറെ തോന്നല. ഏത് തെറി പറഞ്ഞതോ? അല്ല, ഞാൻ ഉറങ്ങിന്ന് പറഞ്ഞത്. അപ്പൊ നീ മനഃപൂർവ്വം അറിഞ്ഞോണ്ട് വിളിച്ചാണോ? അല്ലേ ഏട്ടാ, ഈ കൊച്ചുമോള് പങ്കാളത്ത് ചേട്ടൻ ഇത് എവിടെ പോയതാ? പുല്ല് പറിക്കാൻ പോയി. പുല്ല് പറിക്കാനോ? എവിടെ? നീ ഇന്നലെ പറഞ്ഞത് നിന്റെ ഒരു ബ്ലൗസ് കാണാനില്ല. ഞാൻ ഇപ്പൊ രാവിലെ കുളിക്കടവിൽ പോയി ഒന്ന് നോക്കി. എന്ത്? ഒരുത്തികൾ വിട്ടിട്ടില്ല. നീ ഒന്നിനും പേടിക്കരുത്, എല്ലാത്തിനും ജയിച്ചു കാണിക്കണം. നീയില്ലേ ഒരു സിംഹത്തിന്റെ മോനാണ്. ഇതന്നെയാണ് എന്റെ ടീച്ചറും പറഞ്ഞത്. എന്ത്? ഞാൻ മനുഷ്യ സന്തതിയല്ല, ഏതോ ജന്തുവിന് ജനിച്ചതാണ്. നമുക്ക് സിനിമയിലോ മറ്റൊന്ന് ട്രൈ ചെയ്താലോ? ഞാനിത്തിരി സുന്ദരനായതുകൊണ്ട് എനിക്ക് ചിലപ്പോ ചാൻസ് കിട്ടും, പക്ഷെ നിന്റെ കാര്യം വളരെ ബുദ്ധിമുട്ടാണ്. സിനിമ എന്താ ചിരിക്കുന്നത്? അല്ല, നിന്റെ തമാശ എനിക്ക് ഇഷ്ടായി. ഞാൻ ജമീല, അനക്ക് അക്ബർ ചക്രവർത്തിനെ അറിയോ? മൂപ്പരിക്കടി 3 പെണ്ണുങ്ങളാണ്. എന്ത് രസാലേ. അപ്പൊ ഒരാൾക്ക് 3 പെണ്ണുങ്ങളൊക്കെ ആവാലേ. ഇക്ക, നിങ്ങക്ക് ഈ പാഞ്ചാലിനെ അറിയോ? 34 5 ഭർത്താക്കന്മാരാ. ഇത് വല്ലാത്തൊരാളാണ്, എന്നൊരു തമാശ അറിയാൻ പറ്റൂലേ? നീ +2 പഠിക്കുമ്പോഴല്ലേ നിന്റെ ജീവിതത്തിലോട്ട് ഞാൻ വന്നത്. അപ്പൊ നിന്നെ വേറെ ഷിബു പ്രേമിച്ചോണ്ടിരുന്നില്ലേ? എനിക്ക് എന്തെങ്കിലും സംഭവിച്ച നീ അവനെ കല്യാണം കഴിക്കണം. ഞാൻ കഴിച്ചോളാം. അവൻ ദുബായിൽ എവിടെ ഉണ്ട്? അത് എനിക്കറിയാം, പുള്ളിയുടെ നമ്പർ എന്റെ ഉണ്ട്. നമ്പറൊക്കെ ഉണ്ടോ? അമ്മേ, ഒരു ചായ. എടുക്കാൻ പോനെ. ചേട്ടാ, നല്ല കുഴപ്പമുണ്ടോ? കഴിക്കോ? കഴിക്കൊരു കുഴപ്പമില്ല. ഒരു കുരു ഇല്ലല്ലോ, ഒന്നുമില്ല. വികലാംഗയോ ഇല്ലല്ലോ. അല്ലല്ല. പിന്നെ ഞാൻ ഇട്ടേറില്ല നിങ്ങൾക്ക് ഒരു ചായ. അമ്മയെ വിളിച്ച് പറയേണ്ട കാര്യമുണ്ടോ? വൈകുന്നേരത്തെ കഞ്ഞിക്ക് ചുട്ട പപ്പടം വേണോ, ഇട്ടിച്ച ചമ്മന്തി വേണോ? ശരി, മനസമാധാനം എനിക്ക് തരുമോ? ഞാൻ തരാറുണ്ടല്ലോ. അത് എന്നാ പിന്നെ വയ്ക്കൂടെ? ഞാൻ പോവല്ലേ? താളം ചവിട്ടുന്ന എന്തിന്? ഞാൻ പോവാണെന്ന്. എന്നാ പോ, കാണിക്കേ. വൈകുന്നേരത്തെ കഞ്ഞിക്ക് ചുട്ട പപ്പടം വേണോ, ഇട്ടിച്ച ചമ്മന്തി വേണോ? ശരി, മനസമാധാനം എനിക്ക് തരുമോ? ഞാൻ തരാറുണ്ടല്ലോ. അത് എന്നാ പിന്നെ വയ്ക്കൂടെ? ഞാൻ പോവല്ലേ? താളം ചവിട്ടുന്ന എന്തിന്? ഞാൻ പോവാണെന്ന്. എന്നാ പോ, കാണിക്കേ. നിന്റെ മോവേ ആരേടി ഈ ബുദ്ധമതത്തിൽ നിന്ന് വിളിക്കുന്ന ആരാണ്? ബുദ്ധമതത്തിൽ നിന്റെ ഫോണിൽ കോള് വരുന്നത് എന്താന്ന് എനിക്കറിയണം. പഠിക്കാൻ വിടുമ്പോഴേ സ്കൂളിൽ കയറണം, അല്ലാതെ മാവിന് കല്ലെറിഞ്ഞോണ്ട് നടക്കരുത്. ഇത് ബുദ്ധമതം. ബിന്ദു മാഡം, മനുഷ്യ ബിന്ദു. ഒന്നുമില്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച നിന്നെ കൊണ്ട് ഞാൻ അറിഞ്ചാൻ പുറിഞ്ചാൻ ജോസ് കാണിച്ചില്ലേ? എന്തു ജോസ്? അറിഞ്ചാൻ പുറിഞ്ചാൻ ജോസ്. ഈശ്വര, സിനിമാക്കാരൂടെ ഉണ്ടെങ്കിൽ നിങ്ങളെ അറിഞ്ചാൻ പൊറിഞ്ചാൻ പറ്റും. അതല്ല, പൊറിഞ്ചു മറിയം ജോസ്. നിന്റെ മോവേ ആരേടി ഈ ബുദ്ധമതത്തിൽ നിന്ന് വിളിക്കുന്ന ആരാണ്? ബുദ്ധമതത്തിൽ നിന്റെ ഫോണിൽ കോള് വരുന്നത് എന്താന്ന് എനിക്കറിയണം. പഠിക്കാൻ വിടുമ്പോഴേ സ്കൂളിൽ കയറണം, അല്ലാതെ മാവിന് കല്ലെറിഞ്ഞോണ്ട് നടക്കരുത്. ഇത് ബുദ്ധമതം. ബിന്ദു മാഡം, മനുഷ്യ ബിന്ദു.
ഇജ എങ്ങനെ മരിച്ച്? ഞാൻ തണുത്തിട്ടാടാ മരിച്ചത്. ഇജോ? ഞാൻ എന്റെ ഭാര്യക്ക് ചാരനുണ്ട് എന്ന് സംശയിച്ചു കണ്ട് പെര മൊത്തം അടിച്ചു പെരുക്കി. ആരും കണ്ടില്ല. ലാസ്റ്റ് ഞാൻ കുറ്റബോധം കൊണ്ട് തൂങ്ങി മരിച്ചു. എടാ പൊട്ട, എന്റെ പേരത്തെ ഫ്രിഡ്ജിനുള്ളിലുണ്ടായിരുന്നു ഞാന്. നീ എവിടെ കുളിക്കാൻ പോയത്? നമ്മളെ കുളിക്കടവില് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, വെളുപ്പാൻ കാലമാണ്. കാല് തെറ്റി അങ്ങോട്ടെങ്ങാനും വീട് കഴിഞ്ഞാൽ ഒരു കുഞ്ഞുങ്ങളവിടെ കാണത്തില്ല. ചേട്ടൻ പേടിക്കണ്ട, അവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. ആരൊക്കെ? ബിജു ഉണ്ടായിരുന്നു, അനൂപ് ഉണ്ടായിരുന്നു, സുധീഷ് ഉണ്ടായിരുന്നു, രമേശ് ഉണ്ടായിരുന്നു. പിന്നെ വേറൊരുത്തൻ കമന്റ് ചെയ്തേക്കണേ, കരുനാഗപ്പള്ളിന്ന്. ചേച്ചി ഭയങ്കര സെക്സി ലുക്ക് തന്നെ ഇട്ടാന്ന്. സെക്സി ലുക്ക് എന്ന് വെച്ചാ ഭയങ്കര റൊമാൻസ് ആണെന്ന്. കുത്തിയത് നീ അല്ല എന്നുള്ള ആ ഭാവം, ആ ഒരു ഡയലോഗ്, ആ സെറ്റപ്പ് കൂടെ പറയണം. ആക്ഷൻ. രാജൻ ബാബു, ഞാനല്ല, ഇത് വേറെ ആരോ ചെയ്തു. ഞാൻ കത്തി ഊരിയെന്നേ ഉള്ളൂ. നീ എന്തോ കാണിക്കുന്നെന്താണ്? പിന്നെ നീയല്ലേ പറഞ്ഞപ്പോ ഞാൻ എന്നെ കല്യാണം കഴിച്ചോണ്ട് എന്നാ നിങ്ങൾ ഇല്ലത്തോട്ട് കൊണ്ടുപോണേ? അമ്മത്തമ്പുരട്ടെ കാണാൻ കൊജ്ജാവണു. ഇല്ലത്തിൽ ചെറിയൊരു പണി നടക്കുകയാണ്. ഇല്ലത്തിന്റെ ടാർപ്പ ചെറുതായിട്ടൊന്ന് കീറിയിരിക്കുകയാണ്. അത് കഴിഞ്ഞാ എന്റെ മാലാകെ ഞാൻ കൊണ്ടുപോകും. അതെ, ഉഷേ മീനെയൊക്കെ ചോദിക്കുക എന്തോന്ന് നമ്മുടെ വെൽഡിംഗ് എന്ന്. ചേട്ടാ, ആ ചേട്ടാ ഇങ്ങോട്ട് വന്നേ. എന്തോ അറി ഇത് ആരുടെ ബ്ലൗസാ? നിന്റെ എന്റെയോ? എന്റെ നിങ്ങളുടെ എനിക്ക് അറിയൂടാ, ഞാൻ ഒന്നും തെറ്റിട്ടില്ല. ഇതിനേക്കാൾ നന്നായി എന്റെ തമ്പുരു പാടും. പ്രൊഫസർ പപ്പിക്കുട്ടി, തമ്പുരുവിനൊരിക്കലും പാടാൻ കഴിയില്ല. അതെന്താ? തമ്പുരു എപ്പോഴും പാടുന്നവന്റെ പുറകിലിരുന്ന് നീയോന്ന് മീട്ടാനേ പറ്റൂ. മാമ, എനിക്കൊരു കിസ് പണ്ണണം. എനിക്കൊരു കിസ് പണ്ണണം. ഞാൻ ആദ്യ ചോദ്യം ഞാൻ ചോദിക്കാം. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? പറയൂ. കിസ് അല്ല മാമ, എന്ന് കിസ്. ഉമ്മ. എനിക്കറിയില്ല. ഇവിടെ നമ്മളിപ്പോ എന്ത് ചെയ്യും? എനിക്കറിഞ്ഞൂടാ. ഇവിടെ എന്തെങ്കിലും ഒന്ന് പറയടോ. ഇവിടെ എന്തെങ്കിലും ഒന്ന് പറയടോ. ഭാരത മാതാക്കി ജയ്. അതും ഇതുമായിട്ട് എന്താ ബന്ധം? ഞാനല്ലേ പറഞ്ഞ എന്തെങ്കിലും ഒന്ന് പറയാൻ. വിജയ, ഇതിപ്പോ ഒരു 8 ലിറ്ററെങ്കിലും രാഘവേട്ടന് കൊടുത്തില്ലേ? എങ്ങനാ? നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാം. അയ്യേ, കുറച്ച് വെള്ളം ചേർക്കാം. നല്ല മുഴുപ്പുള്ള പാലാ. കുറച്ച് ചേർക്കാം അല്ലേ? ചേർക്കാം. കല്യാണം കഴിഞ്ഞപ്പോ വന്നപ്പോ ഉണ്ടായിരുന്നു. ഞാൻ വന്നപ്പോ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞില്ല. അത് കഴിഞ്ഞ് കാണാനില്ല. ഇടയ്ക്കിടയ്ക്ക് കാണാതാവും. മനസമാധാനമായിരിക്കും. ഏയ്, മനസ്സമാധാനമല്ല. അത് ഇങ്ങേരെ എന്നെ എന്ന് പെണ്ണ് കാണാൻ വന്നോ അന്ന് എന്റെ വീടിന്റെ അടുക്കള വഴി ഇറങ്ങി ഓടിയതാ എന്റെ സമാധാനം. പിന്നെ എനിക്ക് ഇന്ന് വരെ കിട്ടിയിട്ടില്ല. ഇപ്പൊ ആർക്കാ നിങ്ങൾ ഉമ്മ കൊടുത്തത്? ഉമ്മ കൊടുത്തു? ഞാൻ ആർക്കും നിനക്കെന്തടി പ്രാന്താണോ? ഉമ്മ കൊടുത്തത്? എടി, അത് കസ്റ്റമർ കെയറിൽ നിന്ന് വിളിച്ചാണ്. ഇല്ല, പാട്ട് വേണമെന്ന് ചോദിച്ചു വിളിച്ച. ഏതാണെന്നറിയോ? വിജയുടെ പടത്തിലെ ഉമ്മ ഉമ്മ ഉമ്മ, ആ പാട്ടായിരുന്നു. എന്റെ അമ്മയുടെ വയറ്റിൽ തരുമ്പോ വായിൽ സ്വർണ്ണക്കരണ്ടി ആയിട്ട് വന്നതാ ഞാൻ. എങ്ങനെ വന്നെന്ന്? സ്വർണ്ണക്കരണ്ടി. ഞാൻ പാവപ്പെട്ടവനാണ്, അർദ്ധപട്ടിണിക്കാരൻ. ഞാൻ എന്റെ അമ്മയുടെ വയറ്റിൽ നിന്ന് വന്നപ്പോ തുണിയില്ലാതെ വന്നു. എന്റെ അമ്മയുടെ വയറ് ജ്വല്ലറി ഒന്നുമല്ലേ. ഇനി ഒരു നിമിഷം നിന്നോട് ഒച്ചേക്കല. ഇപ്പൊ ഇറങ്ങണം, ഈ നിമിഷം ഇറങ്ങണം. അങ്ങനെ ചുമ്മാ അങ്ങ് ഇറങ്ങി പോരെന്ന് പറഞ്ഞ് ഇറങ്ങാനൊന്നും പറ്റില്ല. പ്രോവിഡന്റ് ഫണ്ട് ഗ്രാറ്റുവിറ്റി വേണമായിരിക്കും. എനിക്കൊരു കുറ്റിയും വേണ്ട. എന്നെ ഇവിടെ കൊണ്ടിട്ട് ആള് വരട്ടെ, ഞാൻ പൊക്കോളാം. ആഹാ, അങ്ങനെയാണല്ലേ? ഓഹോ, അങ്ങനെ തന്നെ. തുളസിക്കതിർന്നുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാത്താൻ തുളസിക്കതിർന്നുള്ളി പിടയുന്നോരെന്റെ ജീവനിൽ തുണയായി വന്ന കൺമണി നീയില്ലെങ്കിലെന്നിലെ പ്രകാശമില്ലിനി. എടി, പീടിന്ന് വാങ്ങുന്ന ചായപ്പൊടിയൊക്കെ കേടാണ്. ശരിക്കും ഇതിന്റെ ഫാക്ടറി പോയിട്ട് വാങ്ങണം. ഇത്രയും കാലങ്ങൾ ഈ ചായപ്പൊടി കൊണ്ടല്ലേ ചായ കുടിച്ചിരുന്നത്. നിങ്ങൾക്ക് ഇതിന്റെ പേരും പറഞ്ഞുങ്ങാണ്ട് പെരുന്നാളിന് ചെങ്ങായിമാരിപ്പോ മൂന്നാർക്ക് ടൂർ പോകാനല്ല. അങ്ങനെ എങ്ങാനും പോയ ഞങ്ങളെ മുട്ടുകാലം തച്ചു പിടിച്ചിടും. अरे बाप लोगो सब लोगो हलदार साहब सुबदार साहब लेफ्टिनेंट साहब कैप्टन साहब सतड़ पतड़ परमेश्वर महाराज लस दोने का बीच मेरे पागरे गया मेले मेले मानम मानम मेले मन्निन കൂടാരം മേലെ മേലെ മാനം മാനം. படைப்பா, ரொம்ப நேரம் எடுத்துக்காத, சீக்கிரமா முடிச்சிட்டு வீட்டுக்கு வந்து. சரிம்மா. എനിക്ക് അങ്ങനെയൊന്നും പറയാൻ അറിയത്തില്ല. അപ്പൊ ഇഷ്ടമാണെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ? അയ്യോ വേണ്ട. എന്നാ ഇഷ്ടമല്ലെന്ന് വിശ്വസിച്ചോട്ടെ? എന്തിനാ ഇങ്ങനെയൊക്കെ? അപ്പൊ ഇഷ്ടമല്ലേ?
അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. ശരി, ഇഷ്ടമല്ല. ഞാൻ പോവാ.